ഇന്ന് ലോകം മുഴുവൻ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു നാടിന്റെ കഥ എന്നിട്ടത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെനോ? അറിഞ്ഞിട്ടില്ലേ? കേട്ടോളി. ഐഫോൺ 16 Pro Maxന് ഫ്രീ ആയിട്ട് ഒരു പ്രൊമോഷൻ കിട്ടിയ ഒരു രംഗം. 2 ദിവസം മുന്നേ കോഴിക്കോട് ജില്ലയിലെ മെഡിക്കൽ കോളേജിനടുത്ത് പയ്യടിമേത്തൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പുഴയുണ്ട്. ആ പുഴന്റെ പേര് മാമ്പുഴ എന്നാണ്. ഈ മാമ്പുഴയിൽ ഒരുപാട് പേര് വിദൂരതയിൽ നിന്ന് വന്നിട്ട് കയാക്കിങ്ങിൽ ഏർപ്പെടലുണ്ട്. അങ്ങനെ കുറച്ച് കുട്ടികൾ കയാക്കിങ്ങിൽ ഏർപ്പെടുന്നതിനിടയിൽ എന്താണെന്നറിയില്ല, അവിചാരിതമായിട്ട് കയാക്കിംഗ് ആയിട്ട് മറിഞ്ഞ് കുട്ടികൾ സാഹസികമായിട്ട് രക്ഷപ്പെട്ടു. പക്ഷെ അവരെ കയ്യിലുള്ള വിലപിടിപ്പുള്ള പല ഫോണുകളും പുഴയിൽ കളഞ്ഞുപോയി. ഒരു കുട്ടിന്റെ ഫോണ് 4 ദിവസം മുന്നേ മേടിച്ച ഐഫോൺ 16 Pro Max എങ്ങനെയുണ്ട്? അങ്ങനെ കണ്ണീര് വാർത്ത് വിഷമിച്ചിരിക്കുന്ന അവസരത്തില് കുട്ടിക്ക് തോന്നി, എന്നാ പിന്നെ ഫയർഫോഴ്സിന് വിളിക്കുക, ഇതല്ലാതെ വേറെ രക്ഷയില്ലാന്ന് വിചാരിച്ചിട്ട് കുട്ടി ഫയർഫോഴ്സിനെ വിളിച്ച്. ഫയർഫോഴ്സ് എടുത്തും വയ്ക്ക് പറഞ്ഞു മാപ്പാക്കണം, ഞങ്ങൾക്ക് വരാൻ കഴിയാത്തൊരു അവസ്ഥയിലാണുള്ളതെന്ന്. പോയില്ലേ? കുട്ടി വീണ്ടും സങ്കടപ്പെട്ട് ഇനി ഒരു രക്ഷയില്ലാന്ന് വിചാരിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന അവസരത്തില് നാട്ടുകാരിടപെട്ടു. അവിടുത്തെ നാട്ടുകാർക്ക് ഒരു പ്രത്യേകത ഉണ്ടോലെ, പുറം നാടുകളിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് ആ നാട്ടിൽ വന്ന് വിഷമിച്ചിരിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല പോലും. പണ്ടേ അങ്ങനെയാണോലെ, അവരിടപെടുമല്ലേ. അങ്ങനെ കുട്ടിന്റെ കാര്യത്തിൽ അവർ ഇടപെട്ട് കുട്ടിനോട് ചോദിച്ചു, എന്താ മോളെ പ്രശ്നം? കുട്ടി പറഞ്ഞു, ഇങ്ങനെയാണ് പ്രശ്നം. ഞങ്ങളൊക്കെ അതിസാഹസികമായിട്ട് തോണിന്ന് രക്ഷപ്പെട്ട്. പക്ഷെ 4 ദിവസം മുന്നേ എന്റെ പൊരക്കാരെനിക്ക് മേടിച്ചെന്ന് വിലപിടിപ്പുള്ള ഐഫോൺ 16 Pro Max വെള്ളത്തിനടിയിലാണ്. എനിക്കിന്ന് പുറേ പോകാൻ കഴിയോ? കുട്ടി ബേജാറായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പം നാട്ടുകാർ പറഞ്ഞ്, മോൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇപ്പൊ ശരിയായി തരാൻ. ഫോണായിട്ട് കറക്കി കുത്തി വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അങ്ങോട്ട് പോയി. ചെക്കന്മാര് വണ്ടി എടുത്ത് വന്നിട്ട് എന്താ പ്രശ്നം ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നേരെ ഡ്രസ്സൊക്കെ മാറ്റി ഒറ്റ ചാട്ടം പുഴയിലേക്ക്. നിങ്ങൾ നോക്കണം, ഏതോ നാട്ടിലൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ ബലിയർപ്പിച്ചിട്ട് അങ്ങോട്ട് സഹായത്തിന് വേണ്ടിയിട്ട് ഇറങ്ങാം. ഏതാണെങ്കിലും ഈ നാടില്ലേ. അങ്ങനെ നാട്ടുകാർ തെരച്ചിൽ തുടങ്ങി. തെരച്ചിൽ തന്നെ പറയിക്കാണ്, വല വരട്ടിട്ടാണ് ഫോൺ എടുക്കുന്നത്. അങ്ങനെ തപ്പി 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 അവസാനം ഒരു ഫോൺ കിട്ടി. അത് ഐഫോൺ അല്ല, OnePlus ആണ്. പിന്നെയും തപ്പി തപ്പി അവസാനം ഐഫോൺ 16 Pro Max ഇങ്ങനെ പൊന്തിച്ച ആളിങ്ങനെ വരിക. നോക്കണം നിങ്ങള്, ഫോണിന് ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. നമ്മൾ ഐഫോൺ വിരോധിയാണെങ്കിലും ഇക്കാര്യത്തിൽ ഐഫോൺ നമ്മൾ സമ്മതിച്ച്. അങ്ങനെ ഫോണൊക്കെ കിട്ടി, സന്തോഷമായി. കുട്ടി ചോദിച്ച്, ഈ ഐഫോൺ എടുത്ത ആളോടൊന്ന് താങ്ക്സ് പറയേണ്ടി, മൂപ്പര് എവിടെയെന്ന് ചോദിച്ചു. മൂപ്പര് പോണ പോക്കാണിട്ട് നോക്കി നിങ്ങള്. അല്ല നിങ്ങള് 2 വാക്ക് സംസാരിക്കും മീഡിയനോടൊക്കെ എന്ന് പറഞ്ഞപ്പോ മൂപ്പർക്ക് താല്പര്യമില്ല. ഇങ്ങനെ തംസപ്പെട്ടിട്ട് മൂപ്പര് ഒരു പോക്കാട്ട് പോയി. പിന്നെ മൂപ്പരെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് മൂപ്പരൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ കില്ലാടി ആയിരുന്നല്ലോ ഈ നാട്ടിലെ. ഇപ്പൊ സീന് വിട്ടതാന്ന് പറഞ്ഞു. നമ്മളെ ചെക്കന്മാരുണ്ട്, ഓരായിട്ട് നിങ്ങള് സംസാരിച്ചോളി, നമുക്ക് താല്പര്യമില്ല. നമ്മൾ സിനിമയിലൊക്കെ കാണില്ലേ ചില നായകന്മാര്, അങ്ങനത്തെ നായകന്മാരെ വെല്ലുന്ന യഥാർത്ഥ ജീവിതത്തിൽ ജീവിക്കുന്ന നായകന്മാരുണ്ട് കേട്ടോ. പല നാടുകളിലുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് മൂപ്പര്. പല കഥാപാത്രങ്ങളും അനായാസം ജീവിതത്തിൽ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഇവര്. നമുക്ക് തന്നെ അത്ഭുതം തോന്നിക്കും. അങ്ങനത്തെ ആളുകൾ എല്ലാ നാടുകളിലും ഉണ്ടാവും. പക്ഷെ അവരെ നമ്മൾ എത്തിപ്പിടിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ്. ഏതായാലും മൂപ്പർക്കും ഈ നാട്ടുകാർക്കും നമ്മളെ വക ബിഗ് സല്യൂട്ട്.